ഗുജറാത്ത് 30 വർഷമായി BJP ഭരിക്കുന്നു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ BJP ആദ്യമായിട്ട് ഭൂരിപക്ഷം നേടിയിരിക്കുകയാണ്. കോൺഗ്രസ് ദയനീയമായി പരാജയപ്പെട്ടു പോയ തെരഞ്ഞെടുപ്പ്. തീർച്ചയായിട്ടും രാജ്യത്തുടനീളമുള്ള വിജയയാത്ര ഗുജറാത്തിൽ നിന്നാണ് BJP ആരംഭിച്ചത്. 3 പതിറ്റാണ്ടിനുള്ളിൽ 1995 മുതൽ ഗുജറാത്ത് ഭരിക്കുന്ന BJPക്ക് 4 തവണ കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവസരം ലഭിച്ചിരുന്നു. 30 വർഷത്തിനിടെ BJP നിരവധി വലിയ തിരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചു. പക്ഷേ അമൂൽ ഡയറി പിടിച്ചെടുക്കാൻ അവർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ലായിരുന്നു. ആദ്യമായിട്ടാണ് BJP അമൂൽ ഡയറി തിരഞ്ഞെടുപ്പിൽ വിജയിച്ചിരിക്കുന്നത്. ഗുജറാത്ത് 30 വർഷമായി ഭരിച്ചിരുന്നിട്ടും എന്നാൽ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ട് BJP ഭൂരിപക്ഷം നേടുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. ദയനീയമായിട്ടായിരുന്നു കോൺഗ്രസ് പരാജയം ഏറ്റുവാങ്ങിയത് തന്നെ. ഗുജറാത്ത് BJP വിജയം രാജ്യത്തുടനീളമുള്ള വിജയയാത്രയാണ്. 2022 ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 182 സീറ്റുകളിൽ 156 സീറ്റുകൾ നേടി BJP എല്ലാ റെക്കോർഡുകളും തകർത്തിരുന്നു. ഗുജറാത്തിൽ BJPയുടെ ഏറ്റവും വലിയ വിജയമായിരുന്നു ഇത്. ഇപ്പോൾ അമൂൽ ഡയറി തെരഞ്ഞെടുപ്പിലും BJP സമാനമായ ഒന്ന് നേടിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ BJP ആദ്യമായി ഒരു ക്ലീൻ സ്വീപ്പ് നടത്തിയിരിക്കുകയാണ്. BJP 11 കോൺഗ്രസിന് 2 സീറ്റുകൾ എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ മാറിയത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സെപ്റ്റംബർ 10 നടന്ന തെരഞ്ഞെടുപ്പിലാണ് 13 ഡയറക്ടർ ബോർഡ് സീറ്റുകളിൽ 11 BJP നേടിയെടുത്തത്. ഇതിൽ ഒരു വ്യക്തിഗത അംഗ സീറ്റും ഉൾപ്പെടുന്നു. ഇതിൽ 4 തെരഞ്ഞെടുപ്പിന് മുമ്പ് BJP എതിരില്ലാതെ നേടിയിരുന്നു. 2 ബ്ലോക്കുകളിലെയും ഒരു വ്യക്തിഗത സീറ്റിലെയും 8 സീറ്റുകളിലേക്കുള്ള വോട്ടെണ്ണൽ വെള്ളിയാഴ്ച ആരംഭിച്ചപ്പോൾ ആകെ 6 ബ്ലോക്കുകളിലും ഒരു വ്യക്തിഗത സീറ്റിലും BJP വ്യക്തമായ വിജയിയായി ഉയർന്നു വന്നു. അതേസമയം കോൺഗ്രസ് ബോർസാദിലെ സീറ്റ് നിലനിർത്തി കബദുജിൽ വിജയിച്ചിരുന്നു. പിന്നീട് കോൺഗ്രസിന് 8 സീറ്റുകൾ ലഭിച്ചിരുന്നു. അമൂലിൻ്റെ 4 ഡയറക്ടർമാർ കോൺഗ്രസ് വിട്ടുകൊണ്ട് BJPയിൽ ചേർന്നതോടെ അമൂലിൻ്റെ എണ്ണം 3 കുറഞ്ഞിരുന്നു. 2020 11 സീറ്റുകളിൽ തെരഞ്ഞെടുപ്പ് നടന്നു. അതിൽ 8 സീറ്റുകളിലും കോൺഗ്രസ് ആയിരുന്നു വിജയിച്ചിരുന്നത്. ഈ 2 സീറ്റുകൾ റാം സിംഗ് പർമറിൻ്റെയും ലൈഫ് അംഗം രഞ്ജിത്ത് പട്ടേലിൻ്റെയും ആയിരുന്നു. പക്ഷേ അവർ എതിരില്ലാതെ വിജയിച്ചിരുന്നു. എന്നാൽ ഇത്തവണ 11 സീറ്റുകളുടെ നിയന്ത്രണം നേടുന്നതിൽ BJP വിജയിച്ചു. 8 സീറ്റുകൾ ഉണ്ടായിരുന്ന കോൺഗ്രസ് 2 ചുരുങ്ങുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. ഇതിൽ 10 ബ്ലോക്കുകളും ഒരു വ്യക്തിഗത അംഗവും ഉൾപ്പെടുന്നു. സംസ്ഥാനത്തെ 18 ക്ഷീര യൂണിറ്റുകളിലും BJPക്ക് ഇപ്പോൾ ഭൂരിപക്ഷമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. BJP വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. ഡയറി തെരഞ്ഞെടുപ്പിൽ BJPയുടെ വിജയം അവരുടെ സ്ഥാനാർത്ഥികളുടെ വലിയ ഭൂരിപക്ഷത്തിൽ നിന്ന് അളക്കാൻ കഴിയും. തസ്ര, ബാലസിനോ, മെഹമ്മദാബാദ്, വീർപൂർ ബ്ലോക്കുകളിൽ നിന്നുള്ള 4 സ്ഥാനാർത്ഥികൾ എതിരില്ലാതെയായിരുന്നു വിജയിച്ചത്. കംഫാട്ടിൽ നിന്നുള്ള രാജേന്ദ്ര സിംഗ്, ബൽവന്ത് സിംഗ് പർമർ പോലുള്ള മറ്റു സ്ഥാനാർത്ഥികൾക്ക് 84 വോട്ടുകൾ ലഭിച്ചു. 65 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം വിജയിച്ചത് തന്നെ. പെറ്റ്ലാഡിൽ ബിനാബെൻ തേജസ് കുമാർ പട്ടേൽ 83-ൽ 78 വോട്ടുകൾക്ക് വിജയിച്ചിരുന്നു. നദിയാദിൽ മുൻ അമൂൽ ചെയർമാൻ വിപുൽ ഭായ് കാന്തി ഭായ് പട്ടേൽ 83-ൽ 60 വോട്ടുകൾക്ക് വിജയിച്ചു. ഇതിന് വിപരീതമായി ബോർസാദിലും കബദ്വജിലും യഥാക്രമം 12-ഉം 11-ഉം വോട്ടുകൾക്ക് കോൺഗ്രസ് വിജയിച്ചിരുന്നു. ഇത് ഇഞ്ചോടിഞ്ച് മത്സരമായിരുന്നു എന്ന് വ്യക്തമാക്കുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സന്ദർശനത്തിന് തൊട്ടു മുമ്പാണ് അമൂൽ ഡയറി തെരഞ്ഞെടുപ്പിൽ BJPയുടെ ഈ ഒരു വമ്പൻ വിജയം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അമിത്ഷായ്ക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമായി ഇപ്പോൾ ഗുജറാത്തിൽ ഈ വിജയം മാറിയിരിക്കുന്നു BJPക്ക് എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല.